ഇമ്മാനും അമ്മയും വീട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ദേ നമ്മുടെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരുന്നു. അപ്പൊ ഞാനും ഇമ്മാനും കൂടിയാണ് ഇന്നത്തെ ഷോപ്പിംഗ്. അപ്പോൾ എല്ലാവർക്കും വൈഡ് വ്ളോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഗ്രേസിന്റെ ഹെൽമെറ്റ് വെച്ചിട്ടാണ് ഞങ്ങളുടെ യാത്ര. അപ്പൊ അവന് ഹെൽമെറ്റ് ഫസ്റ്റ് ഫിറ്റ് ആവാത്ത പോലെ തോന്നി, പിന്നെ നോക്കിയപ്പോ ഓക്കെ ആയിരുന്നു കേട്ടാ. അപ്പൊ ഞാനാണെങ്കിൽ കുറച്ച് ദിവസങ്ങളായി ഇപ്പൊ ഇങ്ങനെ മുമ്പൊക്കെ എപ്പോഴെപ്പോഴും നമ്മൾ എന്തെങ്കിലും കാര്യത്തിനൊക്കെ വേണ്ടി പുറത്തേക്ക് പോകാറുണ്ട്, അല്ലെങ്കിൽ ഒരുമിച്ചൊക്കെയാണ് സാധനങ്ങളൊക്കെ മേടിക്കാനൊക്കെ പോവാറ്. ഇപ്പോ കുറച്ച് ദിവസങ്ങളായിട്ട് അങ്ങനെ ഒരുമിച്ച് പോക്കൊന്നും ഇല്ല. അപ്പം എന്തായാലും ഇമ്മാനും കൂടി ഉണ്ടല്ലോ, അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി പോകുമ്പോൾ ഒരു രസമായിരിക്കും. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി പോവാണ്. അതുമല്ല, നല്ല ഉച്ച നേരത്ത് ഉച്ചയായിട്ടില്ല, ആ ഒരു സമയം നല്ല വെയിൽ വരണേക്ക് മുമ്പാണ് ഞങ്ങൾ ഈ പോണേ. തിരിച്ചു വരുമ്പോൾ എന്തായാലും ഞങ്ങൾ കരിഞ്ഞുണങ്ങാൻ ചാൻസ് ഉണ്ട്. നല്ല വെയിലല്ലേ ഇപ്പോൾ. എന്നാലും രാത്രി സമയങ്ങളിൽ ചില ദിവസം മഴ പെയ്യുന്നുണ്ട്, സന്ധ്യ ആവുമ്പോൾ മഴ പെയ്യുന്നുണ്ട്. ഉച്ച നേരത്തൊന്നും അങ്ങനെ അത്ര മഴയില്ല, പക്ഷെ നല്ല ചൂടാണ്. അപ്പം അങ്ങനെ ദേ ഞങ്ങൾ അഷ്ടമിശ്രയിൽ വിസ്മയിലെത്തി. അപ്പോൾ എന്തൊക്കെ മേടിക്കണ്ടേ എന്നുള്ളൊരു ചെറിയൊരു ഐഡിയ എൻ്റെ അടുത്തുണ്ട്. വെജിറ്റബിൾ സെക്ഷനിലേക്കൊന്നും പോണില്ല, അല്ലാണ്ടുള്ള കുറച്ച് ചിപ്സ്, പിന്നെ പരിപ്പ് പയർക്കടല അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, പിന്നെ അതൊക്കെ മേടിക്കണം. പിന്നെ കാജൽ മേടിക്കണം, കാജൽ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത് മേടിക്കണം. അപ്പം അങ്ങനെ അപ്പം അവന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആളിങ്ങനെ പണ്ടത്തെക്കാളും ഇച്ചിരി മെച്യൂരിറ്റി വന്നു തുടങ്ങി. കാരണം കുഞ്ഞായിരുന്നപ്പോൾ എനിക്കത് വേണം ഇത് വേണം അങ്ങനത്തെ ഒരു ഇതുണ്ടല്ലോ, അതൊക്കെ മാറി. ആള് ഭയങ്കര സൈലൻ്റായി. അപ്പം അങ്ങനെ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഓരോന്ന് എടുക്കുകയാണ്. ഗ്രേസിനെയാണ് കൊണ്ടുവന്നായിരുന്നെങ്കിൽ അവളവിടെ ഒച്ചയും ബഹളമൊക്കെ എടുത്ത് ഓരോ സാധനങ്ങളൊക്കെ ജസ്റ്റ് ഇങ്ങനെ വിലയൊക്കെ നോക്കണ പോലെയൊക്കെ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മുടെ ബാസ്ക്കറ്റിലേക്ക് ഇടുക. അപ്പം അങ്ങനെ. അപ്പം ഇനി ഞങ്ങൾ വേഗം സാധനങ്ങളൊക്കെ എടുക്കട്ടെ. അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ നമ്മൾ മേടിക്കേണ്ടത് ഐറ്റംസൊക്കെ ബാസ്ക്കറ്റിലൊക്കെ പറക്കി വെച്ചിട്ട് ഞങ്ങളത് ഈ മുകളിലേക്ക് വന്നു. അപ്പോൾ അവൻ ടോയ് സെക്ഷനിൽ അവനാവശ്യമുള്ള ടോയ്സൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇനി ഐക്കോണിക് കാജിൽ മേടിക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ. പിന്നെ ഗ്രേസിന് ഒരു ക്ലിപ്പ് എന്തെങ്കിലും മേടിക്കണം. ഞാൻ എന്തെങ്കിലും മേടിക്കുമ്പോൾ ആ കൂട്ടത്തിൽ കൂടെ അവൾക്ക് ക്ലിപ്പോ അങ്ങനെ എന്തെങ്കിലും മേടിക്കും. അപ്പോൾ ഒരു സന്തോഷം. അപ്പോൾ അങ്ങനെ. പിന്നെ എന്നിട്ട് മസ്കാര എൻ്റെ കഴിയാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൊളോസിൽ കാജലിൻ്റെ മസ്കാര ഉണ്ട് യൂസ് ചെയ്യാറ്. നല്ലതാണ്, എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ അവർ തീർന്നിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ കളർ എസെൻസിൻ്റെ നല്ലതാണെന്ന് പറഞ്ഞ ചേച്ചി, അപ്പോൾ അത് എടുത്തിട്ടുണ്ട്. പിന്നെ അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് മറ്റേത് തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എന്തായാലും ഞാനത് എടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് എന്താണെന്നൊക്കെ നമുക്ക് പിന്നെ നോക്കണം. അപ്പം അങ്ങനെ ഞാൻ ഐ പെൻസിൽ മേടിച്ചു. ഇനി ഗ്രേസിനുള്ള ക്ലിപ്പ് മേടിക്കണം. പിന്നെ മമ്മയൊക്കെ പണ്ട് ചെറുപ്പത്തിൽ മമ്മയൊക്കെ ഇങ്ങനെ പുറത്ത് പോയിട്ട് വരുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ മേടിച്ചുകൊണ്ട് വരുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് നെയിൽ പോളിഷാണ് കേട്ടോ. നെയിൽ പോളിഷ് പല പല കളർ നെയിൽ പോളിഷുകൾ എങ്ങനെയെങ്കിലും എന്തെങ്കിലും നെയിൽ പോളിഷ് ആയിരിക്കും ഇപ്പോഴും എനിക്ക് എക്സ്ട്രാ ആയിട്ട് മേടിച്ചുകൊണ്ട് തന്നെ ഒരു സംഭവം. അതുപോലെ ഞാനിപ്പോൾ ഗ്രീസിന് മേടിച്ചു കൊടുക്കുന്നത് ക്ലിപ്പുകളും അങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. പിന്നെ കണ്ണെഴുതണം, മറ്റേ എൻ്റെ പേര് ഞാൻ മറന്നുപോയി. കണ്ണെഴുതണ ആ ഒരു ഐലൈനർ, അതൊക്കെ മേടിച്ചതൊക്കെ നല്ല ഓർമ്മയുണ്ട് എനിക്ക്. അപ്പം അങ്ങനെ ഗ്രേസിനുള്ളതൊക്കെ കഴിഞ്ഞു. അവനുള്ള ടോയ് അവനെടുത്തു. പിന്നെ ഞാൻ അപ്പച്ചട്ടി എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് ഞാൻ നമ്മൾ കറി കാച്ചാനൊക്കെ എടുത്ത് അങ്ങനെ യൂസ് ചെയ്തായിരുന്നു. അപ്പം അതൊക്കെ മേടിച്ച് വീട്ടിൽ ഐസ്ക്രീമൊക്കെ മേടിച്ച് തിരിച്ചെത്തി. അപ്പോൾ ഇവിടെ സ്ട്രോബെറി ഐസ്ക്രീം മേടിച്ചായിരുന്നേ. അപ്പം ഞങ്ങൾ ഐസ്ക്രീം കഴിക്കട്ടെ. സ്റ്റീവൂട്ടൻ അവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ 2 ദിവസം മുമ്പ് കേരമി മേടിച്ചായിരുന്നു. അപ്പം ഞാനത് മേടിച്ചത് അച്ചാറിടാമെന്നുള്ള രീതിയിലാണ് മേടിച്ചത്. അച്ചാറിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് മേടിച്ചത്. പിന്നെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം മമ്മി വന്നപ്പോൾ മമ്മി പറഞ്ഞു മമ്മി ക്ലീൻ ചെയ്യാൻ തരാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ മമ്മി അതിനെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അതുകൊണ്ട് എനിക്ക് വലിയൊരു ആശ്വാസമാണ്. കാരണം മീൻ കേരാന്നൊക്കെ പറയുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണല്ലോ. എനിക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ല, എന്നാലും നമ്മൾ ചെയ്യും എങ്ങനെയെങ്കിലുമൊക്കെ. അപ്പോൾ പുറത്താണെങ്കിൽ നല്ല കാറ്റ് തന്നെ ഉണ്ട്, നല്ല മഴ പെയ്യാനുള്ള ഒരു അന്തരീക്ഷമൊക്കെ ആയി. അങ്ങനെ നല്ല ഇടിവെട്ടും മഴയൊക്കെ ആയിരുന്നു. അപ്പം മമ്മി മാനും കൂടി പോവാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയിൽ ഇമ്മാനു പുട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ചായയുടെ കൂടെ പുട്ടും നമ്മുടെ പഴവും ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ
പുട്ടിനുള്ളത് നനച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഇഡ്ഡലി പാത്രത്തിൽ തന്നെ ഇട്ട് ഡയറക്റ്റ് ആവി കയറ്റാണ്ട്, അപ്പോൾ പെട്ടെന്ന് പരിപാടി കഴിയുമല്ലോ. അപ്പോൾ അതിലേക്ക് തന്നെ തേങ്ങ ഇട്ട് മിക്സ് ചെയ്തായിരുന്നു കേട്ടോ. പിന്നെ മീനാണെങ്കിലും മമ്മി കഴുകി വൃത്തിയാക്കി അതിൻ്റെ വെള്ളമൊക്കെ കളയാൻ അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഞാൻ വിചാരിച്ചു അച്ചാർ ഇടാമെന്ന് വിചാരിച്ചായിരുന്നത്, അച്ചാർ ഇടണ്ടെന്ന് വിചാരിച്ചു, ഒന്ന് വറ്റിച്ചേക്കാം എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി മമ്മി എന്നോട് പറഞ്ഞു ഇപ്പോൾ കുറച്ച് നേരമായി അത് ക്ലീൻ ചെയ്ത് വെച്ചിട്ട് ഇനി കറി വയ്ക്കാൻ എന്തായാലും കുറച്ച് നേരം കഴിയാണ്ട് കറി വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ എന്നോട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ടിട്ട് കുറച്ച് ചൊറുക്കും കൂടി വെച്ചൊന്ന് മിക്സ് ചെയ്ത് വെക്കാൻ പറഞ്ഞു. ചീത്തയാവാൻ പാടില്ലല്ലോ. അപ്പോൾ അപ്പോൾ ഞാൻ ആ പരിപാടി ചെയ്യാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇനി അവർ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ മഴയൊക്കെ ഒന്ന് ഒതുങ്ങി കഴിയുമ്പോൾ അവർ ഇറങ്ങും. അപ്പോൾ അവർ പോയി കഴിഞ്ഞിട്ട് കുക്ക് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ മീൻ കറിയാണ് ഇനി വെക്കാൻ പോണത്. ഞാൻ സവോള സംഭവങ്ങളൊന്നും ഇടണില്ല. പിന്നെ നാളെയും മറ്റന്നൊക്കെ ആയിട്ട് നമുക്ക് ഓരോരോ പ്രോഗ്രാമുകളുണ്ട്. അപ്പോൾ എന്തായാലും അച്ചാറിടുന്നേക്കാളും ബെറ്റർ വറ്റിച്ച് വെക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് നൊയമ്പില്ല. നമുക്കൊരു സൈഡായിട്ട് എന്തെങ്കിലും ഒരു കറി എന്നൊരു ഇതിൽ മീൻ ഇവിടെ ഉണ്ടാവും. അമ്മയ്ക്കാണെങ്കിലും മീനുണ്ടെങ്കിൽ അമ്മ ഓക്കെയാണ്. അപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചു ഞാൻ. പിന്നെ അച്ചാറിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് യൂസ് ചെയ്യാം. എന്നാലും മീൻകറി എന്നുള്ളൊരു സിസ്റ്റത്തിൽ ഇപ്പം നാളെ ആണെങ്കിലും മറ്റന്നാണെങ്കിലും ഓരോ പരിപാടികൾക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ അതൊരു വലിയൊരു ആശ്വാസമായിരിക്കും. അപ്പോൾ അങ്ങനെ മീനതേ മിക്സ് ചെയ്ത് അങ്ങനെ വെക്കുകയാണ്. അപ്പോൾ ഇനി മമ്മിയും മാനും ഒക്കെ പോയി കഴിഞ്ഞ് വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോയി കഴിഞ്ഞിട്ട് ഞാൻ കുക്കിംഗ് അങ്ങനെ ചെയ്യണുള്ളൂ. അങ്ങനെ ചായകുടിയൊക്കെ കഴിഞ്ഞു അവർ പോയി. ഞാൻ ദേ അടുക്കളയ്ക്ക് വന്ന് സ്റ്റീവ് ഉറങ്ങിയിട്ടാ. അപ്പോൾ ഞാൻ വേഗം വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് ഇട്ടു. പിന്നെ കറിവേപ്പിലയും വറ്റൽമുളക് ഇട്ടിട്ടൊന്ന് വഴറ്റി എടുക്കാൻ കേട്ടോ. ഞാൻ ഇതിലേക്ക് സവോള അങ്ങനത്തെ ഐറ്റംസ് ഒന്നും എടുക്കണില്ല, അല്ലാണ്ട് ആണ് കേട്ടോ ഇന്ന് വെക്കണത്. പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ ഞാൻ പുളി, നമ്മുടെ കുടംപുളി വെള്ളത്തിലിട്ട് നല്ലോണം തിളപ്പിച്ചങ്ങനെ വെച്ചിട്ടുണ്ട്. ആ പുളി വെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ഒഴിക്കണേ. അപ്പോൾ ആവശ്യത്തിന് എരിവിനനുസരിച്ചുള്ള മുളക് ഞാൻ ഇട്ടിട്ടുണ്ട്. കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ടേക്കണേ. പിന്നെ പച്ചമുളകൊന്നും ഞാൻ ഇടണില്ല, ഒക്കെ ഡ്രൈ ആ ഒരു രീതിയിലാണ് ഞാൻ ഇടുന്നത് കേട്ടോ. അപ്പം അങ്ങനെ നല്ലോണം ഒന്ന് അതിൻ്റെ ഒരു പച്ചക്കുത്തൊന്ന് മാറി കഴിയുമ്പോൾ പുളിവെള്ളം തിളപ്പിച്ച് ചേർന്ന പുളിയും വെള്ളം അടക്കം അങ്ങനെ ഇട്ടു. ഇനി ഇത് ആവശ്യത്തിന് ഒരു കുറച്ചും കൂടി ഉപ്പ് ഇട്ടു, കാരണം മീൻ ഓൾറെഡി കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. എന്നാലും നമ്മൾ പുളി ഇട്ട് വരുമ്പോൾ കുറച്ച് ഉപ്പും കൂടി വേണ്ടി വരില്ലേ. അപ്പോൾ അതൊന്ന് തിളച്ച് കഴിയുമ്പോൾ ഞാൻ മീനും കൂടി അതിലേക്ക് പറക്കി ഇടാണ്. പിന്നെ ഇതവിടെ കിടന്ന് നല്ലോണം ഒന്ന് വറ്റി ഒന്ന് സെറ്റായി കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചാൽ നമ്മുടെ കറി ഇങ്ങനെ റെഡി. അപ്പോൾ ഇന്നങ്ങനെ യൂസ് ചെയ്യില്ല, നാളത്തേക്കായിട്ട് അങ്ങനെ ആണ് ഞാൻ വിചാരിച്ചേക്കണത്. ഇപ്പോൾ സ്റ്റീവും കൂടി ഉറങ്ങണ കുക്ക് ചെയ്യാൻ നല്ല എളുപ്പമായി. അപ്പോൾ ബാക്കി വിശേഷമൊക്കെ അടുത്ത വീഡിയോ കാണട്ടെ. ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോസ് ഒന്നും വരുന്നില്ല. സനയുടെ ഒരു റിയൽ ലൈഫിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. സ്റ്റീവൻ്റെ കൂടെയും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കുറേ കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയതുകൊണ്ടാണ് ഞാൻ വീഡിയോ ആയിട്ട് വരാത്ത കേട്ടാ. അപ്പോൾ മാക്സിമം ഞാൻ പറ്റണ പോലെ വീഡിയോസൊക്കെ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിച്ചോളൂ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടിന് താങ്ക് യു. ഇനിയും സപ്പോർട്ട് ഉണ്ടാവണം. വീഡിയോ കാണുന്നത് വൈഡ് വ്ളോഗ്സിൻ്റെ ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യാനും നമ്മുടെ പേജ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. യൂട്യൂബ് ചാനൽ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് കേട്ടോ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.